നമ്മൾ പ്രൈമറിലി ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ സെക്ഷനാണ് കൺസർവേറ്റീവ് ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇൻ ദിസ് മൊഡ്യൂൾ. ഈ മൊഡ്യൂളിൻ്റെ അകത്തെ നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെക്റ്റർ ഫീൽഡ്സിനെ കുറിച്ച് പറഞ്ഞു. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് വെക്ടേഴ്സിനെയാണ് വെക്റ്റർ ഫീൽഡ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു ഡെൽ ഫൈ, വിച്ച് ഈസ് ആക്ച്വലി another ഫോം ഓഫ് വെക്റ്റർ ഫീൽഡ്. ഒരു സ്കെയിലർ ഫംഗ്ഷനിൽ നിന്ന് വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്ന ഒരു നോഷനാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില കേസുകളിൽ ഒരു വെക്റ്റർ ഫീൽഡിനെ നമുക്ക് ഡെൽ ഫൈ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് ഒരു വെക്റ്റർ ഫീൽഡ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വെക്റ്റർ ഫീൽഡ് ഒരു സ്കെയിലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡ് ഇസ് എ ഗ്രേഡിയന്റ് ഓഫ് സം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ ഇസഡ്. ഇങ്ങനെയുള്ള വെക്റ്റർ ഫീൽഡുകളെയാണ് നമ്മൾ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡിനെ ഡെൽ ഫൈ എന്ന് എഴുതുമ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈയെ നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ്. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ it should be represented as the gradient of some scalar function, and the corresponding scalar function is called the potential function associated with the vector field. അപ്പോൾ ഇതാണ് കൺസർവേറ്റീവ് ഫീൽഡ്സും പൊട്ടൻഷ്യൽ ഫംഗ്ഷനും. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡിനെ ഗ്രേഡിയന്റ് നോഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വെക്റ്റർ ഫീൽഡുകളെയാണ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മളൊരു വെക്റ്റർ ഫീൽഡ് നമുക്ക് തന്നിരിക്കുന്നുണ്ട്, അത് കൺസർവേറ്റീവ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ഇനി കൺസർവേറ്റീവ് ആണെന്ന് മനസ്സിലായാൽ അതുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾക്ക് ഈ സെക്ഷൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തു. ഒന്ന്, കൺസർവേറ്റീവ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. രണ്ട്, കൺസർവേറ്റീവ് ആണെങ്കിൽ ഹൗ ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കൺസർവേറ്റീവ് ഫീൽഡുകളുടെ പ്രത്യേകത നമുക്ക് ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ആർ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന വാല്യൂ കൺസർവേറ്റീവ് ഫീൽഡുകളുടെ കേസിൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എഫ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ദ വർക്ക് ഡൺ ഓവർ എനി സ്മൂത്ത് കർവ് സി, ഏതൊരു സ്മൂത്ത് കർവ് എടുത്താലും അതിൻ്റെ അകത്ത് സ്മൂത്ത് ക്ലോസ്ഡ് കർവ് ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവ്. ക്ലോസ്ഡ് കർവ് എന്ന് വെച്ചാൽ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആൻഡ് എൻഡിങ് പോയിന്റ്സ് ആർ ആക്ച്വലി സെയിം. അങ്ങനെയുള്ള കർവ്സിനെയാണ് സ്മൂത്ത് ക്ലോസ്ഡ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊരു ക്ലോസ്ഡ് കർവ് എടുത്താലും ആ ക്ലോസ്ഡ് കർവിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0. നമ്മൾ നേരത്തെ ഒരു ട്രയാങ്കിളിന്റെ എക്സാമ്പിൾ എടുത്തിരുന്നു, വിച്ച് ഈസ് ആക്ച്വലി എ ക്ലോസ്ഡ് കർവ്. സ്മൂത്ത് അല്ല, ഒരു ക്ലോസ്ഡ് കർവ് ആണ്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ഫീൽഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് കർവ് ഈസ് ഓൾവേസ് 0 എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ദിസ് ഈസ് ആക്ച്വലി ഡ്യൂ ടു സം ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. നമ്മളൊരു കർവ് എടുത്തു, അത് ക്ലോസ്ഡ് അല്ല, വിച്ച് ഈസ് ആക്ച്വലി ഫ്രം സം എ ടു ബി. ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ് ഈ കർവ് എന്ന് വിചാരിച്ചോളൂ. എ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ആണ്. ബി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ ആണ്. നമ്മൾ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈ ഇസഡിനെ നമുക്ക് ഡെൽ ഫൈ എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആയിരിക്കും. ഇതാണ് കൺസർവേറ്റീവ് ഫീൽഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ ഇസഡ് വൺ മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ്. അപ്പൊ നമ്മൾ ഏതൊരു കർവ് എടുത്താലും ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി ആർ, എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ അത് ഈ കർവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. കർവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിന്റെ ഇന്റഗ്രൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ പോയിന്റ്സിനെ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ എ എന്നുള്ള പോയിന്റ് ഇതാണ്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇത് തമ്മിൽ നമുക്ക് ഇഷ്ടംപോലെ കർവ്സ് വരയ്ക്കാൻ പറ്റും. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു കർവ് ആണ്, ഇത് വേറൊരു കർവ് ആണ്,
ഇത് വേറൊരു കേർവാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ കേർവ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏത് കേർവ്സിൽ നമ്മൾ വർക്ക് ഡൺ എടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ ആൻസർ ആക്ച്വലി സെയിം ആണ്. കാരണം അത് കേർവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സിനെ മാത്രമാണ്. എപ്പോൾ എഫ് കൺസർവേറ്റീവ് ആണ്. ഇതാണ് കൺസർവേറ്റീവ് ഫീൽഡുകളുടെ അടുത്ത പ്രത്യേകത. അപ്പൊ രണ്ട് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏത് കേർവ് എടുത്താലും ആ കേർവിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഒൺലി ഓൺ ദ എൻ പോയിന്റ്സ്. അല്ലെങ്കിൽ ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, എ ബിയും തമ്മിലുള്ള ഏത് പാത്ത് എടുത്താലും ആ പാത്തിനെ ഇന്റഗ്രൽ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. എൻ പോയിന്റ്സിനെ മാത്രമേ ഇന്റഗ്രൽ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. Therefore, the f whenever f is a conservative vector field, the integral or the work done is path independent. ഇതാണ് പ്രധാനപ്പെട്ട അടുത്ത പ്രത്യേകത. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ട കൺസർവേറ്റീവ് ഫീൽഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇനി ഇങ്ങനെ പറയുമ്പോൾ പോലും നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ട് അത് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് നമ്മൾ ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കർവ് എടുത്ത് അതിന്റെ വർക്ക് ഡൺ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക, ഇതൊന്നും അത്ര എളുപ്പമല്ല. ഓക്കെ, അത് കൺസർവേറ്റീവ് ആണെങ്കിൽ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണിത്. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എല്ലാ കേസിലും എഫ് കൺസർവേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഇന്റഗ്രൽ, ക്ലോസ്ഡ് കർവിന്റെ കേസ് ഇന്റഗ്രൽ 0 ആണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി തിരിച്ചാണ് നമ്മുടെ ചോദ്യം, എഫ് കൺസർവേറ്റീവ് ആണെന്ന് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇനിയിപ്പം ഒരു ക്ലോസ്ഡ് കർവിന്റെ കേസ് ഇന്റഗ്രൽ 0 അല്ലെങ്കിൽ എഫ് എന്തല്ല, കൺസർവേറ്റീവ് അല്ല. ഓക്കെ, ആ ഭാഗം മാത്രമേ ഇവിടെ നിന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എഫ് കൺസർവേറ്റീവ് ആണ് നമുക്ക് എങ്ങനെ അല്ലാതെ പറയാം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു 2 വേരിയബിൾ കേസ് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ. ഓക്കെ, ഇതൊരു റീജിയൻ, സിംപ്ലി കണക്റ്റഡ് റീജിയൻ ഡി എന്ന് പറയുന്ന ഒരു റീജിയന്റെ ഉള്ളിലാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തെ എഫ് ഓഫ് എക്സ് വൈയുടെയും ജി ഓഫ് എക്സ് വൈയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ ജി ബൈ ഡോ എക്സ്, ഡോ ജി ബൈ ഡോ വൈ, ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എന്തുമാണ്, കണ്ടിന്യൂസും ആണെങ്കിൽ, എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഡോ എഫ് ബൈ ഡോ വൈ is equal to ഡോ ജി ബൈ ഡോ എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് കൺസർവേറ്റീവ് ആണ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ എന്തും ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും, ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത്, ടു വേരിയബിൾ കേസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഐ ജി ഓഫ് എക്സ് വൈ ജെ എന്ന ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ, ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എഫ് എന്താണ്, കൺസർവേറ്റീവ് ആണ്. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ചെക്ക് വെദർ എ ഫംഗ്ഷൻ ഈസ് കൺസർവേറ്റീവ് ഓർ നോട്ട്. ഇത് 2 വേരിയബിൾ കേസ് മാത്രമാണ്. അടുത്ത നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ്, അതായത് എഫ് ഓഫ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് കെ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പരിഗണിക്കുക. അപ്പൊ ഈ ഫംഗ്ഷൻ കൺസർവേറ്റീവ്, ഇവിടെ 2 വേരിയബിൾ അല്ല 3 വേരിയബിൾ കേസ് ആണ്. ഇത് കൺസർവേറ്റീവ് ആണ് നമുക്ക് എങ്ങനെ അല്ലാതെ പ്രൂവ് ചെയ്യാം? ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്, കൺസർവേറ്റീവ് ആണെങ്കിൽ ഡെൽ ക്രോസ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ ദി ഡെൽ ക്രോസ് എഫ് 0 ആയിരിക്കണം. ഡെൽ ക്രോസ് ഡെൽ എഫ് അല്ല, ഡെൽ ക്രോസ് എഫ് 0 ആയിരിക്കണം. അതായത് കേൾ എഫ് 0 ആണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനിയും ഇതിന്റെ വേറൊരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്, ഇവിടെയും എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ഓർഡേഴ്സ് ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ജിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എച്ചിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ടു മുമ്പേ 2 വേരിയബിൾ കേസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു കണ്ടീഷൻ വെച്ച് തന്നെ എഫ് കൺസർവേറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു
ഡോ ജി ബൈ ഡോ എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒപ്പം ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ വൈ. ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വഴി. ഇനിയും ഈ റിലേഷൻസ് എവിടെ നിന്ന് കിട്ടുന്നു? ആക്ച്വലി ഈ ഫോർമുലേഷൻ നിന്ന് ഡെൽ ക്രോസ് എഫിൽ നിന്ന് കിട്ടുന്നതാണ്. ഡെൽ ക്രോസ് എഫിന്റെ അകത്ത് ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് എഫ് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ടു വേരിയബിൾ കേസിൽ ദ ഈസിയസ്റ്റ് വേ ഈസ് ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ത്രീ വേരിയബിളിന്റെ കേസിലാണെങ്കിൽ ഡെൽ ക്രോസ് എഫ് സീറോ ആണെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈസിയസ്റ്റ് വേ. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പാത്ത് ഇൻഡിപെൻഡന്റ് ആണോ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓവർ എ ക്ലോസ്ഡ് കർവിൽ ഇന്റഗ്രൽ എന്താണോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ചെക്ക് വെദർ എ ഫംഗ്ഷൻ ഈസ് കൺസർവേറ്റീവ് ഓർ നോട്ട്. നമ്മൾ അടുത്തതായി ഇതുമായി ബന്ധപ്പെട്ട ചെറിയ രണ്ട് പ്രോബ്ലംസ് ചെയ്തിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. പ്രോബ്ലം ഇതാണ്. ഡിറ്റർമൈൻ വെദർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 4 പ്ലസ് 2xy പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3yj ഈസ് കൺസർവേറ്റീവ്. ഇത് കൺസർവേറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു ടു വേരിയബിൾ കേസ് ആണ്. ടു വേരിയബിൾ കേസ് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഹിയർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 4 പ്ലസ് എന്താണ് 2xy ആണ്. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3y ആണ്. നമുക്ക് ഇത് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോ എഫ് ബൈ ഡോ വൈ എടുക്കുക. ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ആക്ച്വലി 4ന്റെ ഡെറിവേറ്റീവ് ഈസ് 0. 2xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ 2x. സോ ദ ആൻസർ ഈസ് ആക്ച്വലി 2x. നൗ ഡോ ജി ബൈ ഡോ എക്സ് എടുക്കുക. Dou g by dou x is x square derivative is 2x, 3y derivative is 0. So the answer is 2x. So clearly dou f by dou y is equal to dou g by dou x ആണ്. Therefore f എന്താണ്? കൺസർവേറ്റീവ് ആണ്. So this is an easier question. ഇനി നമ്മളൊരു ത്രീ വേരിയബിൾ കേസിലൂടെ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ചെക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഒരു ത്രീ വേരിയബിൾ കേസിന്റെ ഒരു വെക്ടർ ഫീൽഡ്സ് ചെക്ക് ചെയ്യാം. കൺസിഡർ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു വൈ ഇസഡ് ഐ പ്ലസ് എക്സ് ഇസഡ് ജെ പ്ലസ് എക്സ് വൈ കെ. ഡിറ്റർമൈൻ വെദർ എഫ് ഈസ് കൺസർവേറ്റീവ്. ഇപ്പൊ ഈ വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ആൻസർ നോക്കാം. ഈ വെക്ടർ ഫീൽഡിന്റെ അകത്തെ ഫസ്റ്റ് കമ്പോണന്റ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് വൈ ഇസഡ് ആണ്. സെക്കൻഡ് കമ്പോണന്റ് ജി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് ഇസഡ് ആണ്. തേർഡ് കമ്പോണന്റ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ഓക്കെ, നമുക്ക് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് നോക്കിയാൽ മതി? ഡെൽ ക്രോസ് എഫ് സീറോ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. അതാണ് ഡെല്ലിന്റെ കമ്പോണൻസ്. ഹിയർ എഫ് ജി എച്ച്. സോ വൈ ഇസഡ് എക്സ് ഇസഡ് എക്സ് വൈ. ഓക്കെ, ഇതാണ് കമ്പോണൻസ്. ഇത് സീറോ ആണെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റ്ലി ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ് മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് yz plus k into dou by dou x of xz minus dou by dou y of yz. ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, സോ ഇനി നമുക്കിത് ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യാം. സോ ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു എക്സ്.
എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് എക്സ് എന്ന് കിട്ടും. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ് എന്ന് പറഞ്ഞാലും ഇസഡിന്റെ ഡെറിവേറ്റീവ് ഈസ് 1, എക്സ് ഇൻറ്റു 1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഐ ടൈംസ് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് ജെ ടൈംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. ക്ലിയർലി പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? വൈ എന്ന് കിട്ടും. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ഇസഡ് എന്ന് എടുത്താലും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ എടുക്കുമ്പോൾ വൈ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് വൈ മൈനസ് വൈ പ്ലസ് കെ ഇൻറ്റു ഇനിയും ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ് എന്ന് വെച്ചാൽ ഇസഡ് കിട്ടും. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഇസഡ് മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് വൈ 0 ആയതുകൊണ്ട് സോ ദ ആൻസർ ഈസ് 0. സോ ദെർഫോർ എഫ് ഈസ് കൺസർവേറ്റീവ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ഈ റിലേഷൻസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ വൈ ഇസിക്കൽ ടു ഡോ ജി ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇസിക്കൽ ഡോ എച്ച് ബൈ ഡോ എക്സ്, ഡോ ജി ബൈ ഡോ ഇസഡ് ഇസിക്കൽ ടു ഡോ എച്ച് ബൈ ഡോ വൈ. ഇങ്ങനെ ചെക്ക് ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. സോ ക്ലിയർലി എഫ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. ഇതാണ് നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള 2 വേരിയബിൾ കേസും 3 വേരിയബിൾ കേസിലുമുള്ള ഫംഗ്ഷൻസിന്റെ ഈസിയർ വേ.